ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ? ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ? ഇത് തോട്ടപ്പള്ളിയാണ്. തോട്ടപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം അറിയാമല്ലോ, ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാടിനോട് എത്തുന്ന ഭാഗത്തായിട്ടാണ് തോട്ടപ്പള്ളി. കടലും കായലും കൂടെ ഒരുമിക്കുന്ന സ്ഥലമാണ്. വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണിത്. നോക്കിക്കേ, എന്ത് ഭംഗിയാ നോക്കിക്കേ. ഇത്ര അടിപൊളി സ്ഥലം, മൈൻഡിന് ഭയങ്കര റീഫ്രഷിംഗ് ആണ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന എന്നാത്തിനാന്ന് പറയാം, അപ്പം അതുപോലെ മീൻ പിടിക്കാനായിട്ട്. കണ്ടില്ലേ, നമ്മളുടെ ഗ്യാങ്സ് ഫുള്ള് മീൻ പിടിക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ്. അപ്പം നമ്മൾ കാസ്റ്റ് ചെയ്യാനായിട്ട് ഇരയിടുന്നത് കൊഞ്ചാണ്. കൊഞ്ചിട്ടിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്നതാ കിട്ടുന്നതെന്ന് വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് കാണാം വീഡിയോ. നമ്മൾ ആദ്യം ഇടുന്നത് ആ തോട്ടപ്പള്ളിയിൽ എന്താ പറയുക, ഭയങ്കര ക്വയറ്റായിട്ടുള്ള ഒരു പ്ലേസിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ കടലും കായലും കൂടെ ഒന്നിക്കുന്ന ആ ഭാഗത്തേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പിട്ട് നല്ല വെയിലല്ലേ, അപ്പം നമ്മൾ കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് എന്താ കിട്ടുന്നതെന്ന് നോക്കാം. അതിനുശേഷം ഇത്തിരി ഒന്ന് വെയിൽ താന്നിട്ട് നേരെ നമുക്ക് തിരമാലകളുടെ അടുക്കലേക്ക് പോകാം. കണ്ടോ, ഫസ്റ്റിലെ തന്നെ നമ്മൾക്ക് കണ്ടില്ലേ, കൂരി അല്ലെങ്കിൽ ഏട്ടക്കൂരി എന്നൊക്കെ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ ഇതിന് പേര് പറയുന്നത്? നമ്മുടെ ഇവിടെ ഏട്ടക്കൂരി എന്നാണ് പറയുന്നത്. കണ്ടോ, നല്ല പെടയ്ക്കുന്ന ഫ്രഷ് മീൻ. അപ്പം നമുക്ക് വീണ്ടും എന്താ കിട്ടുന്നതെന്ന് വെയിറ്റ് ചെയ്താലോ. കൂരിയായിരിക്കും, അല്ലെങ്കിൽ ആഫ്രിക്കൻ പായ്.
അടിച്ചോ അടിച്ചോ അടിച്ചടിച്ച് മീനടിച്ച് ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ചേട്ടൻ നിന്ന് തകർത്ത് വലയെറിയാണ്. ആ വലയെറിയുന്നതിൻ്റെ ഭംഗി നോക്കിക്ക്. ചേട്ടൻ രണ്ടു വട്ടം ഇങ്ങനെ കറങ്ങിയിട്ട് ആ വല വിരിച്ചെറിയണേ. അടിപൊളിയായിരുന്നു അത് കാണാൻ കേട്ടോ. വെയിലായതുകൊണ്ട് അങ്ങോട്ട് നീങ്ങാൻ പറ്റണില്ല. കണ്ടോ, ചേട്ടൻ ആ വലയ്ക്കകത്ത് കിട്ടിയതാണ് കണമ്പെന്ന് പറയുന്ന മീൻ. കണമ്പെന്നല്ലേ നിങ്ങളുടെ നാട്ടിലും പറയണം, നമ്മളുടെ ഇവിടെ കണമ്പെന്നാണ് പറയുന്നത്. കാണിച്ചു തരാമേ. അത്യാവശ്യം വലിപ്പമുള്ള മീനായിരുന്നു. ഇത് ഒടക്കോല മാതിരിയുള്ളൊരു നെറ്റാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. കണ്ട, കണമ്പ്, പിടയ്ക്കുന്ന കണമ്പ്. അങ്ങനെ ഒരു കണമ്പിനെയും കൂടെ നമ്മൾ കണ്ടു. അങ്ങനെ വീണ്ടും കാസ്റ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇഷ്ടത്തിന് കൂരിനെ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കൂരിനെ കിട്ടുന്നുണ്ട്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള നല്ല കൂരിനെ. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് ഇതാ രാജേഷ് എന്തോ കാര്യമായിട്ട് ഓടുന്നുണ്ട്. എന്തിനെയോ തപ്പി പിടിക്കുന്നുണ്ടല്ലോ. അയ്യോ കിട്ടി. എന്താണെന്ന് നോക്കട്ടെ. എന്താ വരുന്നത്? ചാടി പിടിച്ചൊരു വറ്റയെ പിടിച്ചിരിക്കുകയാണ്. നോക്കിക്ക്, വറ്റയുടെ കുഞ്ഞിനെയാണ് തപ്പി പിടിച്ചത്. അപ്പോൾ ചൂണ്ടയിട്ട് മാത്രമല്ല, നമുക്ക് നന്നായിട്ട് തപ്പി പിടിക്കാനും അറിയാം കേട്ടോ. ഞാൻ കണ്ടില്ല, നല്ല പിടയ്ക്കണ വറ്റേനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂരി മാത്രമല്ല, നമ്മളുടെ ലിസ്റ്റിലേക്ക് ദാ വറ്റയും വന്നിരിക്കുകയാണ്. കണ്ടില്ലേ വറ്റ, നല്ല പിടയ്ക്കുന്ന വറ്റ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസം നമുക്ക് ഇന്ന് കിട്ടിയ കൂരിയെ പച്ചമാങ്ങ ഉപയോഗിച്ച് കിടു കറി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വരാം. ബൈ.